പാഠം 759. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പോകുന്ന വഴി ഗംഗാധര സ്ഥാന വീട്ടിലൊന്ന് കയറണം. അതുകൊണ്ട് 9 മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇറങ്ങണം. അതിനുമുമ്പ് കഴിക്കാൻ എന്തെങ്കിലും തന്നാൽ നന്നായിരിക്കും. നന്നായിരിക്കുന്നു. എന്താ മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയല്ലേ പറയേണ്ടത്? സാധാരണ മോഹനേട്ടൻ അങ്ങനെയല്ലോ പറയാറുള്ളത്. ആമേ, എനിക്ക് കൃത്യം 9 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് രാവിലെ കഴിക്കാനുള്ളത് ഉച്ചയൂണും എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. അതുപോലെ 5 മിനിറ്റുള്ള എന്റെ ഷർട്ടും മുണ്ടും തേച്ച് തരണം എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ശബ്ദത്തിന് രുചിയില്ലല്ലോ. വലിയ ഉശിരുള്ള ശബ്ദത്തിൽ പറയുന്നത് ഞാൻ അനുസരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഉശിരി കുറച്ചു. ഞാൻ അനുസരിച്ചില്ലെങ്കിരുന്നു. മോഹനേട്ടൻ പറഞ്ഞ എന്ത് കാര്യം മോഹനേട്ടൻ ഞാൻ അനുസരിക്കാത്തുള്ളത്? അത് പറ. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞ് വഴക്കുണ്ടാവണ്ട. ഞാൻ ഇനി ഒരു തർക്കത്തിനും ഇല്ല. കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. അങ്ങനെ അങ്ങ് പോയാലോ? സാർ എന്തോ മനസ്സ് വെച്ചാണ് സംസാരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ഇന്നലെ വൈകിട്ട് മുതൽ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. ആഫീസിൽ എന്തെങ്കിലും കാര്യം ഓർത്തുള്ള ടെൻഷൻ ആയിരിക്കുമെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നാണ്. പക്ഷെ ഇപ്പൊ മനസ്സിലായി വേറെന്തോ പ്രശ്നമുണ്ടത്. എന്താ? ഒന്നുമില്ല, നിന്റെ ജോലി നടക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ പോരല്ലോ. എന്താ പറ്റിയെന്ന് പറ. സാധാരണ നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു 3 വഴക്കെങ്കിലും കഴിയാനുള്ള നേരം കഴിഞ്ഞു. അതൊക്കെ നിർത്തി. കാര്യമായിട്ടുള്ള പിണക്കത്തിലാണല്ലോ. എന്താ പ്രശ്നം? വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കേസ്? കേസിന്റെ കാര്യമല്ല, കുറച്ച് പൈസയുടെ കാര്യമാ. പൈസയുടെ കാര്യമോ? ആ, ശിവദാസന്റെ പുതിയ ചിട്ടിയുടെ പൈസ അടയ്ക്കേണ്ട ദിവസം ഇന്നാ. ഇവിടെ വന്ന പൈസ തരാന്ന് വക്കീല് പറഞ്ഞു. അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ശിവദാസന്റെ ചിട്ടിയോ? ആരായി ശിവദാസൻ? ഏത് ശിവദാസനാ മോനട്ട്? ഏതോ ചിട്ടിക്കാര ശിവദാസൻ. ഓ, അതോ. മുനിസിപ്പൽ കോടതിയുടെ മുന്നിൽ ഒരു പെട്ടിക്കട നടത്തുന്നയാളാ. പരിചയക്കാരെല്ലാവരും കൂട്ടി അയാളൊരു ചിട്ടി നടത്തുന്നുണ്ട്. കുറെ നാളായി എന്നോട് വിധിയോട് ചിട്ടി ചേരാൻ പറയുന്നു. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറും. ഇന്ന് പുതിയ ചിട്ടി തുടങ്ങുകയാണ്. അതിലെന്തായാലും ഞങ്ങൾ ചേർന്നേ ചേരൂന്ന് പറഞ്ഞ് ശിവദാസൻ വാശി പിടിച്ചപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. ആരോട് ചോദിച്ചിട്ട്? അതെത്ര വലിയ പ്രശ്നമാക്കില്ലേ മോനട്ടാ. മാസം 10,000 രൂപ വെച്ച് 20 മാസം ചിട്ടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചൊരു തുക കൈകിട്ടില്ലെന്ന് ഞാൻ കരുതി. ഇനി മോഹനയുടെ വെറുതെ അതിന്റെ പേര് വാശി പിടിക്കണ്ട. ഞാൻ ശിവദാസൻ എടുത്ത വാക്ക് പറഞ്ഞതാണ്. ഇനി എന്തായാലും എനിക്ക് ചിട്ടി ചേർന്നേ പറ്റൂ. ചിട്ടിയുടെ മോഹനയുടെ അറിഞ്ഞു. ഓ, ജോണിക്കുട്ടി ആയിരിക്കും. ഞാൻ ആ പൈസ എടുത്തു കൊടുക്കട്ടെ. ചിട്ടി നടത്താൻ ശിവദാസന് സർക്കാർ ലൈസൻസ് ഉണ്ടോ? എന്റെ മോഹനേട്ടാ, ഇതൊക്കെ പരിചയത്തിന്റെ പേരിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ശിവദാസൻ എത്രയോ നാളായിട്ട് ചിട്ടി നടത്തുന്നതാണ്. പക്ഷെ ആ ചിട്ടിയിൽ നീ ചേരാൻ ഞാൻ സമ്മതിക്കില്ല. ചിട്ടിയിൽ ഞാൻ ചേർന്ന് കഴിഞ്ഞു. ആദ്യത്തെ തവണ കൊടുക്കാനുള്ള 10,000 രൂപയും എന്റെ കയ്യിലുണ്ട്. മോഹനേട്ടൻ നീ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല. ആ ചിട്ടി കിട്ടിയിട്ട് വേണം സെക്കൻഡ് ഹാൻഡ് ആയാലും എനിക്കൊരു കാറ് വാങ്ങാൻ. അപ്പൊ ഇന്നലെ രാവിലത്തെ പ്രശ്നമാണ് സംഭവം. ലാഭിച്ചറ മറന്നു എന്നല്ല ഞാൻ കരുതിയത്. മോഹനേട്ടാ, ഞാൻ ശിവദാസന്റെ ചുറ്റി ചേർന്നതിനാണോ മോഹനേട്ടൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നേ? ഞാൻ മുഖം വീർപ്പിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? മോഹനേട്ടന്റെ മുഖം സാധാരണ ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. എന്ന് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ എന്റെ പുറകെ നടന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന മോഹനേട്ടൻ ഇന്നത്തെ ദിവസം എന്നോട് കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല. ഒരു കാര്യം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ധിക്കരിച്ച് നീ അതേ ചെയ്യൂന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം പറയുമ്പോ നീ അത് അനുസരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ.
നീ അതനുസരിക്കില്ലേ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ, ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഇത്രയൊക്കെ പറയണോ? മാസം 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 മാസം കഴിയുമ്പോ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കും. ഒരുമിച്ച് അത്രയും തുക കിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ടല്ലേ ഞാൻ ആ ചിട്ടി ചേർന്നത്. അങ്ങനെയല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞത്. നിനക്ക് സമ്പാദ്യം ഉണ്ടാവുന്ന കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നല്ലേ. നിനക്ക് സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തുകയാണെന്ന് നീ പറഞ്ഞു. അതൊക്കെ വെറുതെ വാശി തീർക്കാൻ വേണ്ടി ഞാൻ പറയുന്നല്ലേ. നമ്മൾ വഴക്കുണ്ടാക്കുമ്പോ ഞാൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. അതിലൊക്കെ വല്ല കാര്യമുള്ളതാണോ? പറച്ചിൽ മാത്രമല്ലല്ലോ, നീ പ്രവർത്തിക്കുകയും ചെയ്തു. പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും നീ പണം കൊടുത്തു. ശിവദാസിന്റെ അടുത്ത് ഞാൻ വാക്കു പറഞ്ഞു പോയതാണ് മോനേട്ടാ. ഇന്നും കോടതിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ കാണുന്നല്ലേ ശിവദാസനെ. ആ ശിവദാസനോട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മാറ്റുന്നത് എങ്ങനെയാ? അതായത് എന്റെ വാക്കിനേക്കാൾ നിനക്ക് വലുത് ശിവദാസന് കൊടുത്ത വാക്ക്. ഷോ, അങ്ങനെയല്ല. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ മോഹനോട് പറയുന്ന എല്ലാം അനുസരിച്ചോളാം. എന്നോട് കൂട്ടുകൂട്. നീ സമയം കളാതെ ചോറ്റുപാത്രത്തിൽ ചോറെടുത്ത് വെക്ക. എനിക്ക് പോകാൻ സമയമായി. അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ എന്നോട് വഴക്കുണ്ടാക്കി നടക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ആ ചിട്ടി അടിക്കുമ്പോ എനിക്ക് പൈസ കിട്ടുമല്ലോ. ആ പൈസ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാതെ മോഹനേട്ടന്റെ കയ്യിലേക്ക് കൊണ്ടു തന്നോളാം. മുഴുവൻ പൈസ ഞാൻ മോഹനേട്ടന്റെ കൈ തരും. ഞാൻ ആവശ്യമില്ലാതെ കാശ് ചെലവാക്കുമെന്നാണല്ലോ മോഹനേട്ടനെ പേടി. അതുണ്ടാവുകയില്ല. പിണങ്ങി ഇരിക്കല്ലേ. മോഹനേട്ടൻ പിണങ്ങിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. കൂട്ടുകൂട്. നീ പോയാ ഫോൺ എടുക്ക. പിണക്കം തീർന്നു എന്ന് പറ. വേണ്ട, ഞാൻ പോയി എടുത്തോളാം. ഹലോ വക്കീലെ, ഞാനാ ദാസപ്പൻ. ആ, എന്താ ദാസപ്പ? ഒരു വലിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ ശിവദാസനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. കാണാനില്ലേ? ഇന്നലെ രാത്രി അവൻ വീട്ടിൽ ചെന്നിട്ടില്ല. ശിവദാസൻ എവിടെ പോയി? മുങ്ങിയതാണെന്നാ എല്ലാവരും പറയുന്നത്. മുങ്ങാനോ? എന്തിന്? ശിവദാസൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ഒരുപാട് ആളുകൾക്ക് കാശ് കൊടുക്കാനുണ്ട്. പുതിയ ചിട്ടിയുടെ ആദ്യത്തെ പിരിവ് ഇന്നലെ കഴിഞ്ഞല്ലോ. ആ കാശും പിരിച്ച് ആളെ സ്ഥലം വിട്ടെന്ന ഇവിടെ എല്ലാവരും പറയുന്നേ. അയ്യോ, അവന്റെ വീട്ടിൽ നിന്ന് ആളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആള് സ്ഥലം വിട്ടതാണെന്ന് ഉറപ്പാ. ഷർട്ടും പാന്റും ഒക്കെ എടുത്തോണ്ടാ പോയിരിക്കുന്നേ. എന്റെ ഈശ്വര, എന്റെ പൈസ. വക്കീൽ ഇന്നലെ പൈസ കൊടുത്തായിരുന്നോ? ശിവദാസൻ ജോണക്കുട്ടി ഇവിടെ പറഞ്ഞു വിട്ട് പൈസ വാങ്ങിപ്പിച്ചു. എന്റെ ഈശ്വര, ശിവദാസൻ നാട് വിടുന്നതിന് മുന്നേ ആളെ വിട്ട് എന്റെ പൈസ കൂടി വാങ്ങിച്ചെടുത്തതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും ദാസപ്പ? ഒന്നും ചെയ്യാനില്ല വക്കീലെ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആളെ കിട്ടിയാലും അവന്റെ കയ്യിൽ 10 പൈസ കാണില്ല. എന്തേലും വിവരം കിട്ടിയൊന്ന് വിളിക്കണേ. ഓ, എന്റെ ഈശ്വര, എന്നാലും ശിവദാസൻ ഇങ്ങനെ ചെയ്യൂ? ഹലോ, ആ വിദ്യ, നീ ഒരു സംഭവം അറിഞ്ഞോ? സത്യമാണല്ലേ? അതെയോ? എന്നിട്ട് നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ മോഹനോട് എന്തു പറയും? ആരെങ്കിലും പറഞ്ഞ് മോഹനോട് ഇന്ന് തന്നെ സംഭവം അറിയും. അതോടെ എന്റെ കാര്യം പോക്ക. സാറേ, ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞത് കേൾക്കാതെ പൈസ കൊടുത്തതിന്റെ പേരില് ഇപ്പോഴും എന്നോട് പിണങ്ങി നടക്കാം മോഹനേട്ടൻ. ഇനി ആ പൈസ പോയി എന്നോട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ആ ബാഹുലേന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാണ്. അവൻ ആ സ്ഥലം ഒന്ന് അളന്നു കൊടുക്കാൻ ചെല്ലുവോ എന്നൊന്ന് ചോദിച്ചു. ഇന്നോ? അല്ല, സാറിന്റെ സമയം പറഞ്ഞാ മതി. ഇന്നെന്തായാലും എനിക്ക് സമയമില്ല. ഞാൻ ഇന്ന് രാവിലെ ഗംഗാധര സാറിന്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ചെല്ലുമെന്ന് പറയട്ടെ സാറേ. നാളത്തെ കാര്യം അറിയില്ല.
എന്തായാലും ഉത്തരന് വൈകിട്ടൊന്ന് വിളിക്കേ. ഓ ശരി ശരി. വക്കീലില്ലേ സാറേ ഇവിടെ? ഉണ്ട്, വിളിക്കണോ? അല്ലല്ല വേണ്ട വേണ്ട, കാണാത്തോണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ, വൈകിട്ട് കാണാം. ആ ആ. എന്താണ് സാറിന് ചെറിയൊരു മാറ്റം പോലെ? ഉത്തമ, ആ. അയ്യോ വക്കീൽ ഇവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ. ഞാനൊരു വലിയ അബദ്ധത്തിൽ പെട്ടിരിക്കുക ഉത്തമ. ഇന്ന് വില്ലേജ് ഓഫീസറിനെ കൊല്ലും. എന്താ വക്കീലെ? കോടതിയുടെ മുന്നിൽ കട നടത്തുന്ന ശിവദാസനെ ഉത്തമൻ അറിയില്ലേ? ഓ എനിക്കറിയാം അറിയാം. ആ, ഞാനും വിദ്യാലക്ഷ്മിയും ഇന്ന് ശിവദാസന്റെ കടന്ന് നാരങ്ങാവെള്ളം കുടിക്കും. വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. ഇപ്പോ ശിവദാസനുമായിട്ട് നല്ല പരിചയമായി. കടയിൽ നിന്നുള്ള വരുമാനം അല്ലാതെ വല്ലതും കിട്ടാൻ ശിവദാസൻ ഇപ്പൊ ചിട്ടി നടത്തുന്നുണ്ട്. ഇത്തവണത്തെ ചിട്ടി ഇന്നലെ തുടങ്ങി. എന്നോടൊന്ന് കൂടാമോന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മോഹനേട്ടന്റെ സ്വഭാവം അറിയാലോ. സംഭവം അറിഞ്ഞപാടെ സാറ് വഴക്കുണ്ടാക്കി. മോഹനേട്ടൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ഇന്നലെ ജോണിക്കുട്ടിയുടെ കൈ കാശ് കൊടുത്തു വിട്ടു. അപ്പം മുതല് മോഹനേട്ടനോട് പിണങ്ങിയിരിക്കുക. ഓ അത്രേ ഉള്ളൂ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറിയിട്ടില്ലേ? അങ്ങനെ ഉത്തമ ഞാനും കരുതിയത്. പക്ഷെ ഇപ്പൊ സുധാരൻ വക്കീലിനെ ഗുമസൻ ദാസപ്പം വിളിച്ചു. ശിവദാസൻ ചിട്ടിക്കാശുമായിട്ട് മുങ്ങിയെന്ന്. അയ്യോ, ഇന്നലെ രാത്രി തന്നെ ആള് സ്ഥലം വിട്ടെന്ന് അറിഞ്ഞത്. ഇതറിയുമ്പോ മോഹനേട്ടൻ എന്നെ കൊല്ലും ഉത്തമ. ഓ എന്റെ അമ്പോ, എത്ര രൂപ ഉണ്ടായിരുന്നു വക്കീലെ? 10,000 രൂപ. ആദ്യത്തെ തവണ ഇന്നലെ കൊടുത്തത്. ആ കാശും പിരിച്ച് ശിവദാസ് മുങ്ങി. ആരെങ്കിലും പറഞ്ഞ് മോഹനേട്ടൻ സംഭവം അറിയും. അതോടെ എന്റെ കാര്യം തീർന്നു ഉത്തമ. മോഹനേട്ടൻ എങ്ങനെയൊന്ന് സോപ്പിടുന്നത്? അതിപ്പോ കാശ് പോയ സ്ഥിതിക്ക് സാറിനെ സോപ്പിടാൻ പാടായിരിക്കും വക്കീലെ. പിന്നെ ഒരൊറ്റ വഴിയുണ്ട്. എന്ത് വഴിയാ? കാല് പിടിക്കുക, അല്ലാതെ തോന്നിയേ. ഇതിൽ ഇനി അഭിമാനം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വക്കീല് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പിന്നെ സംഭവം പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞ് സാർ അറിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ആ വഴി തന്നെ നോക്കാം അല്ലേ? വേറെ വഴിയില്ലല്ലോ. മോഹനേട്ടാ, നീ ഇതെവിടെ പോയതാ? എനിക്ക് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞതല്ലേ. പോയി ചോറ്റോത്തെടുത്തുണ്ടോ? അയ്യോ, മോഹനേട്ടൻ കാപ്പി കുടിച്ചില്ലല്ലോ. ഇനിയിപ്പോ കാപ്പി കുടിക്കുന്ന വൈകും. ഞാൻ ഗംഗാധര സ്ഥാനം കണ്ടിട്ട് ഇറങ്ങുമ്പോ കൃഷ്ണൻകുടിയുടെ ചായക്കടയ്ക്ക് ഒരു ചായ വാങ്ങി കഴിച്ചോളാം. പിന്നെ ഉണ്ടല്ലോ മോഹനേട്ടാ, ഞാനിപ്പോഴും മോഹനേട്ടനോട് വഴക്കുണ്ടാക്കുന്നത് മോഹനേട്ടന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ടല്ലേ? അല്ല, ശരിക്കും മോഹനേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ വാശി കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? അല്ല, ഇനി മേലിൽ ഞാൻ മോഹനേട്ടൻ പറയുന്നതല്ല അനുസരിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് സന്തോഷാവില്ലേ? എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. മോഹനേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യമല്ലേ? അത് പോട്ടെ മോഹനേട്ടാ, ഞാൻ സോറി പറഞ്ഞില്ലേ. പിന്നെ പിന്നെ എനിക്ക് മോഹനേട്ടനോട് വേറൊരു കാര്യം പറയാനുണ്ട്. അതെ, അത് എനിക്ക് മോഹനേട്ടൻ അത്രയും ലോകപരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചോറ്റുപാത്രം തരാൻ പറ്റുമെങ്കിൽ തരിക, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുക. ഇങ്ങനെ ഞാൻ ആ സംഭവം ഒന്ന് അവതരിപ്പിക്കും. എന്റെ ഈശ്വര, മോഹനോട് ഞാൻ എന്ത് പറയും? സംഭവം അറിയുമ്പോ മോഹനേട്ടൻ എന്നെ കൊല്ലും. ഇതൊന്ന് അവതരിപ്പിക്കാൻ എന്താ വഴി? മോഹനേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. എന്നോട് ക്ഷമിക്കണം. ഇനി മേലിൽ ഞാൻ മോഹനേട്ടൻ പറയുന്നത് എല്ലാം അനുസരിച്ചോളാം.
അങ്ങനെ ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്മം മുഴുവൻ മോഹനേട്ടനെ അതും പറഞ്ഞു കളിയാക്കും. അത് ശരിയാവില്ല. വേറെന്തൊരു വഴി? മോഹനേട്ടാ, അതെ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കുറച്ച് പൈസ പോയി. അല്ല, അത് സാരാക്കാനൊന്നുമില്ല. ഞാനത് ജോലി ചെയ്തുണ്ടാക്കിക്കോളാം. അങ്ങനെ പറഞ്ഞാ നന്നായിരിക്കും. അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നീ ചോറെടുക്കുമ്പോൾ എടുത്തില്ലേ? എടുത്തു. അല്ല, എടുത്തിട്ടില്ല. ഇപ്പൊ എടുത്തു തരാം. മോനോട് അപ്പുറത്തേക്ക് വെക്കൂ, ഞാൻ ചോറെടുത്തിട്ട് അങ്ങോട്ട് വരാം. അല്ല, ചോറെടുക്കാൻ നിനക്ക് പ്രയാസമാണെങ്കിൽ വേണ്ട, ഞാൻ ഉച്ചയ്ക്ക് വിജയന്റെ കടയിൽ കഴിച്ചോളാം. ഇങ്ങനെ പറയല്ലേ മോനേട്ടാ. ഇന്നലെ ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ ധിക്കാരം കാണിച്ചു എന്നുള്ളത് നേരാ. അത് വിട്. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് വിശ്വാസമല്ല. ചോറെടുക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ എടുക്ക്. 5 മിനിറ്റിൽ ഞാൻ ഇറങ്ങും. അതിനിടയിൽ ചോറ് തന്നാൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും. ഞാൻ കൊണ്ടുവരാം. ഒരു തരത്തിൽ മോനേട്ടൊന്നും ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യും? മോനേട്ടാ, മോഹനേട്ടാ, മോഹനേട്ടാ, മോഹനേട്ടോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോ മോഹനേട്ടൻ ചാടിക്കടിക്കാൻ വരരുത്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം ചാടിക്കടിച്ചു? അതൊക്കെ ഞാൻ നിർത്തി. എന്തായാലും നീ ഞാൻ പറയുന്ന അനുസരിക്കില്ല. പിന്നെ ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ മോഹനേട്ടൻ ഉണ്ടായത്? ഞാൻ മോഹനേട്ടനെ ധിക്കരിച്ച് ചിട്ടി ചേർന്നതിന്റെ പേരില് ഇത്രയും വഴക്കാണെങ്കിൽ സംഭവത്തിന്റെ ബാക്കി കൂടെ അറിയുമ്പോ മോഹനേട്ടൻ എന്നെ കൊല്ലുമല്ലോ. ഞാൻ തെറ്റ് സമ്മതിച്ചു. മേലിങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. ഇത്തവണത്തേക്ക് മോഹനേട്ടൻ ഒന്ന് ക്ഷമിക്കും. മോഹനേട്ടനെ അനുസരിക്കാതിരുന്നതില് ഞാൻ അനുഭവിച്ചു. മനസ്സിലായില്ല? ആ ശിവദാസന്റെ ചിട്ടിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് മോഹനേട്ടൻ ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ പരിചയത്തിന്റെ പേരിലുള്ള കാര്യമാണെന്ന്. എത്രയോ വർഷമായി ഞാനും വിദ്യയൊക്കെ ശിവദാസനെ കാണുന്നതാ. അയാൾ ഇങ്ങനൊരു കൊലച്ചതി കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അയാൾ കാശുമായിട്ട് മുങ്ങി. ദാസപ്പൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. മോഹനേട്ടാ, പ്ലീസ് ഇതിന്റെ പേരിൽ ഇനി എന്നോട് വഴക്കുണ്ടാക്കരുത്. രാവിലെ മുതൽ മോഹനേട്ട മുഖം വീർപ്പിച്ച് നടക്കുന്നതിന്റെ പേരില് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? അത് കഴിഞ്ഞപ്പോഴാ കാശ് പോയ കാര്യം ഞാൻ അറിയുന്നത്. അതോടെ എന്റെ ചങ്ക് തകർന്നിരിക്കുക. ഇനി എന്നെ വഴക്കു പറയുകയോ മിണ്ടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്വാസം പൊട്ടി ചത്തുപോ. എന്റെ മോനിട്ടല്ലേ, ക്ഷമിക്ക് പ്ലീസ്. ഇതെന്താ? ഇന്നലെ ജോണിക്കുട്ടിയുടെ കയ്യിൽ നീ കൊടുത്തുവിട്ട 10,000 രൂപ. ജോണിക്കുട്ടിയുടെ കൈ കൊടുത്ത 10,000 രൂപയോ? അതെങ്ങനെ മോഹനേട്ടന്റെ കൈ വന്നു? അപ്പൊ ശിവദാസൻ? ഇന്നലെ രാവിലെ ഇവിടെ നിന്നിറങ്ങി ഞാൻ വഴിയിൽ കാത്തുനിന്നു. നീ കൊടുത്ത പൈസയുമായി ജോണിക്കുട്ടി വന്നപ്പോ ഞാൻ അവനെ പിടിച്ചു വിരട്ടി. ലൈസൻസ് ഇല്ലാതെ ചിട്ടി നടത്തുന്നതിന് ശിവദാസനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറഞ്ഞപ്പോ അവൻ ഈ കാശ് എന്റെ കയ്യിൽ തന്നു. മോഹനേട്ടൻ പറയുന്നത് സത്യമാണോ? പകൽ പോലെ സത്യം. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇത്തരം തട്ടിപ്പുകാരുടെ കൂടെ ഒരു ഇടപാടിന് പോയാൽ നമ്മളും കുഴി ചാടി പോകുന്നു. ചിട്ടിക്ക് കൂടണമെങ്കിൽ സർക്കാർ ലൈസൻസ് ഉള്ള ചിട്ടിയിൽ കൂടണം. എന്നാലും മോഹനേട്ടനെ ഞാൻ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര മോഹനേട്ടൻ ആണോ? പിന്നല്ലാതെ. വില്ലേജ് ഓഫീസർ അങ്ങനെ ചെറിയ പുള്ളിയല്ല എന്ന് വക്കീൽ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച 10,000 രൂപ മോഹനകൃഷ്ണന്റെ ഇടപെടൽ കൊണ്ട് തിരിച്ചു കിട്ടിയതിലുള്ള സത്യഭാമയുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.